ഹായ്, എല്ലാവർക്കും ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കായിട്ടാണ്. നമ്മൾ തയ്യാറാക്കുന്നത് കിഴങ്ങിനെ കൊണ്ടുള്ള കട്ട്ലറ്റ് ആണ്. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതിനായി നമ്മൾ 250 ഗ്രാം കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് 5 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ 2 ടീസ്പൂൺ ഉപ്പും ചേർക്കണം. ഇനി ഇതിനാവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളിയുള്ള പേസ്റ്റാണ്. ഇത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വേവിച്ച് കഴിഞ്ഞ് കിഴങ്ങ് നന്നായി ഉടച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു തവി എടുത്തിട്ട് നന്നായി ഉടച്ചെടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആവണം. ഇത് വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഉടച്ചെടുക്കേണ്ടത്. ഇതിനായി ഒരു സവാള, 2 പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചത് വേണം. ചുവട് കട്ടിലൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇളക്കിയതിന് ശേഷം സവാള അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അരിഞ്ഞു വെച്ച് പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും വേണം. നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ചേർത്താൽ മതി. ഇതിലേക്ക് 3 ചന മസാല ചേർക്കാം. അത് കഴിഞ്ഞ് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച കിഴങ്ങിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ച ഗ്രേവിയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഗോതമ്പ് പൊടിയും വെള്ളവും എടുത്ത് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് ബ്രെഡ് എടുത്ത് ക്രംസ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വെച്ച കിഴങ്ങ് കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കി ഗോതമ്പ് മാവിൽ കവർ ചെയ്ത് ബ്രെഡ് ക്രംസിലും കവർ ചെയ്ത് ഒരു പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.